ഹായ്, സുഖല്ലേ? ഇന്ന് നമുക്കൊരു നാളികേര പായസം, തേങ്ങാ പായസം ഉണ്ടാക്കാട്ടുള്ളൂ. വെറും 10 മിനിറ്റ് മതി. പഴയ കാല ഒരു പായസമാണിത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനം മതി. നോക്കിയാലോ, 1 സ്പൂൺ പച്ചരി വേണം, പിന്നെ 1 കപ്പ് നാളികേരം ചെരുവിയത് കേട്ടോ, തേങ്ങ വേണം, പിന്നെ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള ശർക്കര, 1 ബൗൾ ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരി കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാൻ വയ്ക്കാം. ഒരു അരമണിക്കൂർ കുതിർന്നാൽ മതി കേട്ടോ. പിന്നെ 2 ഏലക്ക വേണം, അത് നമുക്ക് നമ്മളുടെ ഈ നാളികേരം ചെരുവിയതിലേക്ക് ഇട്ട് വയ്ക്കാം. അപ്പം ഇനി നമുക്ക് നമ്മളുടെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കുതിർന്ന അരി നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഒരു 4-5 നമ്മളുടെ കശുവണ്ടി കൂടി ഇട്ട് കൊടുക്കാം. ബദാം ആണെങ്കിലും മതി, അതൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതിട്ട് കഴിഞ്ഞ് ഒന്ന് അരയാൻ ഒന്ന് എളുപ്പമാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു 4-5 കശുവണ്ടി കൂടി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് തരിവിരിയായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ വെല്ലമില്ലേ, ശർക്കര, അതൊന്ന് കുതിരാൻ വേണ്ടി വെക്കണം. ഇത് ചൂടാക്കി പാവ് കാച്ചൊന്നുമില്ല കേട്ടോ. ഇതിനൊന്ന് വെള്ളത്തിൽ ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് അലിയാൻ വേണ്ടി വെക്കാം. ഒരു 10 മിനിറ്റിൽ അത് അലിഞ്ഞ് കിട്ടും. ആ നേരം കൊണ്ട് നമുക്ക് അതേ മിക്സിയുടെ ജാറിൽ തന്നെ നമ്മളുടെ തേങ്ങയും ഏലക്കായും കൂടി ഒന്ന് അരച്ചെടുക്കാം. പാലൊഴിച്ചിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ആ തേങ്ങ ഒന്ന് അതുപോലെ കരപിരാന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പേസ്റ്റ് പോലെ ഒന്നും ആവണമെന്നില്ല, ഇതുപോലെ മതി. അപ്പോൾ ഇത് കൂടി ആ മിക്സിയുടെ ജാറ് കൂടി ഒന്ന് ഒലുമ്പിയിട്ട് നമുക്ക് ആ വെള്ളം കൂടി എടുക്കാട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ തേങ്ങ അരച്ച പായസത്തിനുള്ള തേങ്ങ അരച്ചത് റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ അരിയും കശുവണ്ടി പരിപ്പും കൂടി അരച്ചതും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഇനി നമുക്കിതിലേക്ക് വറുത്തിടാൻ ഒരു 4-5 സ്പൂൺ അവിൽ വേണം. പിന്നെ ചുമന്ന അവിലാച്ച നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ വെള്ളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കശുവണ്ടി വേണം, പിന്നെ മുന്തിരിങ്ങ ഇഷ്ടമാണെങ്കിൽ അതിടാം, ഉണക്കമുന്തിരി, പിന്നെ തേങ്ങാക്കൊത്ത് വേണം കേട്ടോ. നാളികേരം പുളി ചെറുതാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒരു 1/4 സ്പൂൺ നെയ്യിട്ടിട്ട് നമുക്ക് ഈ അവിലൊന്ന് വറുത്തെടുക്കണം. നല്ല കരിവരാന്ന് വറുത്തെടുക്കണം കേട്ടോ. ആ നെയ്യിൻ്റെ ഒരു മണം കിട്ടണം. അതിനാണ് ഒരു 1/4 സ്പൂണ് നെയ്യ് നമ്മളതിൽ ചേർത്തിയിട്ടാണ് വറുത്തത്. ഇനി നമുക്കതിനെ മാറ്റി വയ്ക്കാം. അവിൽ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ അതിടുമ്പോൾ ഒരു ക്രിസ്പി ഒരു ഫീൽ കിട്ടും, നമുക്ക് ഒരു ക്രഞ്ചി ഇതായിട്ടുണ്ടാവും. അപ്പോൾ അത് ഇട്ടോളൂ എന്തായാലും. പിന്നെ വേണ്ടത് ഒരു 1/2 സ്പൂൺ നെയ്യ് ഒഴിച്ചു ഞാൻ അതേ ചീഞ്ചട്ടിയിൽ. ഇനി നമ്മുടെ കശുവണ്ടിയും പിന്നെ നമ്മുടെ നാളികേര കൊത്തും, നിങ്ങൾ ഉണക്കമുന്തിരി ഇടുന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തോളൂ. അതെല്ലാം കൂടി നന്നായിട്ട് ബ്രൗൺ ആയിട്ട് വറുത്ത് കോരി മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് അവിൽ വറുത്തതും റെഡി ആയിട്ടുണ്ട്, നമ്മുടെ നാളികേര കൊത്തും കശുവണ്ടി പരിപ്പ് വറുത്തതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ സാധനമൊന്നും ഇപ്പോൾ ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് ഈ നമ്മുടെ അതേ നെയ്യിൻ്റെ ചീഞ്ചട്ടിയിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരച്ചതില്ലേ, അത് നമുക്ക് ഒഴിച്ച് അത് വേവിക്കാനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ വേവിക്കുന്നത്. പാലൊഴിച്ചിട്ടും വേവിക്കാം. നിങ്ങളിങ്ങനെ ഈ പായസം ഉണ്ടാക്കാറുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യട്ടുള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇനി ഇത് വെന്ത് വരാൻ ഒരു 2-3 മിനിറ്റ് മതിയുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പെട്ടെന്ന് കുറുകി വരും, റവയൊക്കെ പോലെ പെട്ടെന്ന് വെന്ത് വരും ഇത്. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് അടച്ച് വെക്കാം. ഇത് ആ അരി ഒന്ന് വെന്ത് സോഫ്റ്റായി വരട്ടെ. ഇപ്പോൾ ഞാൻ 2 മിനിറ്റ് അത് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മളുടെ തേങ്ങ അരച്ച് വെച്ചിട്ടില്ലേ, അതിലേക്ക് ചേർത്തി കൊടുക്കണം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ തേങ്ങ അരച്ച ആ മിശ്രിതം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നാൽ തേങ്ങയും നമ്മളതിൽ നാളികേരത്തിൻ്റെ കൂടെ ഏലക്കായ ഇട്ടുണ്ടായിരുന്നു കേട്ടുള്ളൂ. ആ ഏലക്കായും കൂടി ചേർത്തിട്ടാണ് അരച്ചപ്പോൾ നല്ല മണമുണ്ട്. നമ്മളതിലേക്ക് ചേർത്തി കൊടുത്തു. ഇനി അതൊന്ന് തിള പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മൾ ആ തേങ്ങ ചേർത്തി കൊടുത്തതൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള വെല്ലം ഇല്ലേ, അതും കൂടി ചേർത്തി കൊടുക്കുക. കുറച്ച് തരിപിരിയൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അതിലേക്ക് ഇട്ടോളൂ. അടിയിൽ കല്ലും മണ്ണൊന്നും ഉണ്ടാവരുത്, നല്ല വെല്ലാണ്, അതിൽ കല്ലും മണ്ണൊന്നുമില്ല. അപ്പോൾ ഞാൻ അത് ചേർത്തി കൊടുത്തു. പിന്നെ നമ്മളുടെ തിളപ്പിച്ച് വെച്ച പാലാണ് കേട്ടോ, ചൂടില്ലാത്ത പാലാണ്, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒരു തിള പൊട്ടിയാൽ മതി. ഇത് ഒന്ന് കുറുകും. അപ്പോൾ ഇത്തിരി പാല് ഒഴിച്ചു കൊടുത്തിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അവിൽ നിന്ന് പകുതി ഭാഗം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തി കൊടുക്കേണ്ടത്. പകുതി ഞാൻ പറയാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കേട്ടോളൂ. ഇനി ഞാൻ ഈ പശുപാലിൻ്റെ പകരം ഞാൻ ഇതൊന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ എൻ്റെ മൂത്ത മോന് പശുപാൽ കഴിക്കില്ല, അപ്പോൾ അവന് വേണ്ടി കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും ഉണ്ടാക്കാട്ടുള്ളൂ, നല്ല ടേസ്റ്റിയാണ് അതും. അപ്പോൾ നമ്മുടെ പായസം അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചു. ഇനി അതിലേക്ക് നമ്മൾ വറുത്തിട്ട് നമ്മളുടെ നാളികേരക്കൊത്തും കശുവണ്ടി അത് രണ്ടും അതിലേക്ക് അണ്ടിപ്പരിപ്പും അതിലേക്ക് ചേർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോളൂ. നമ്മളുടെ പായസം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കുന്ന സമയത്താണ് നമ്മൾ ബാക്കി വറുത്ത് വെച്ചിട്ടുള്ള അവിലിൽ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇങ്ങനെ നമ്മൾ എപ്പോഴാണോ കഴിക്കുന്ന സമയത്ത് ഇതുപോലെ അവിൽ വറുത്തത് മേലെ ഇട്ട് കൊടുക്കുമ്പോൾ കഴിക്കുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു കടിക്കാനൊക്കെ കിട്ടും, നല്ല ടേസ്റ്റിയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടാക്കി, ഞാനത് കാണിക്കാൻ വീഡിയോ എടുത്തില്ല എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പാലൊഴിച്ച സ്ഥലത്ത് പായസം ഓഫ് ചെയ്ത ശേഷം തേങ്ങാപ്പാൽ മിക്സ് ചെയ്ത്
ചെയ്ത് കൊടുത്താണ് കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പിന്നെ തിളപ്പിക്കില്ല. അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മുടെ പശുവും പാലിൽ ഉണ്ടാക്കിയതാണിത്. ഇത് നമ്മളുടെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടാക്കിയ തേങ്ങാ പായസമാണ് കേട്ടുള്ളൂ. ഈ പായസത്തിന് കോബ്രി പായസം എന്നും കൂടി പേരുണ്ട് കേട്ടുള്ളൂ. വരലക്ഷ്മി പൂജയ്ക്ക്, ഷഷ്ടി പൂജയ്ക്കൊക്കെ ഈ പായസം പൂജയ്ക്കും വെക്കാറുണ്ട്. അപ്പോൾ ഈ പായസം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യും. നല്ല ടേസ്റ്റിയാണ്, ഈസിയാണ്. അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.